വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ ലോകം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെമ്പേർഡ് ഗ്ലാസ് എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മൊബൈലിൻ്റെ ബാക്ക് കവർ അങ്ങ് ഊരി മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഫിക്സ് ചെയ്യാൻ ഒരെളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്ലാസ് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഡാമേജ് എങ്ങനെ ആവുമോ എന്നൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം റിട്ടേൺ ഓപ്ഷനൊന്നും തന്നെ ഇല്ല, പക്ഷേ നല്ല സെക്യൂർഡ് ആയിട്ടാണ് ഇവർ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പം ഇങ്ങനെയാണ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ വൈപ്സാണ്, നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഗ്ലാസ് തുടയ്ക്കാനുള്ള വൈപ്സാണത്. അപ്പോൾ ഇതാണ് ഗ്ലാസ്, കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല സെക്യൂർ ആയിട്ട് തന്നെ അവർ അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കവറിൽ നിന്ന് ഞാൻ ഊരിയപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ടെമ്പേർഡ് ഗ്ലാസ്. അപ്പോൾ ഇതാണ് നമ്മൾ മൊബൈലിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മുടെ സ്ക്രീൻ പ്രൊട്ടക്ടറായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് മുന്നേ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഫോണിന് മുകളിൽ, നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ നമ്മുടെ ഫോണിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്കർ പോലെ ഉണ്ടാവും. അത് സ്ക്രീനിന് കലയൊന്നും വീകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അത് സ്ക്രീനിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് അത് പൊളിച്ചു മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഗ്ലാസ് വാങ്ങുമ്പോൾ കിട്ടിയ ഈ വൈപ്സ്, ഇതിൽ ഫസ്റ്റ് വൺ ഇത് വെറ്റാണ്, നനഞ്ഞിട്ടുള്ള വൈപ്സാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് ആ വൈപ്സ് എടുത്തിട്ട് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ അതിൽ ഒരു നനവുണ്ടാവും, അത് നമ്മുടെ മൊബൈലിൻ്റെ എന്തോ സ്യൂട്ടായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ അത് വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണ്. ഒരു നനവുണ്ടാവും, അത് വെച്ച് നമ്മൾ ഗ്ലാസിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചു കൊടുക്കുക. അപ്പം ചുറ്റും നന്നായിട്ട് തുടച്ചു കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തത് ഡ്രൈ ആണ്, ഉണങ്ങിയിട്ടുള്ള വൈപ്സാണ്. അപ്പം അത് വെച്ച് നമ്മൾ ആ നനഞ്ഞതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരു പൊടിയും ഗ്ലാസിന് മുകളിൽ ഉണ്ടാവരുത്. അങ്ങനെ പൊടിയോ എന്തെങ്കിലോ ആയാൽ നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് വെക്കുമ്പോൾ ബബിൾസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് വേണം തുടച്ചു കൊടുക്കാൻ. കണ്ടില്ലേ, അപ്പം ഞാൻ നന്നായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ് എടുക്കാം. ഇതാണ് ഗ്ലാസ്. അപ്പോൾ ഗ്ലാസിൻ്റെ അടിയിൽ ഇതുപോലൊരു ഷീറ്റ് കണ്ടോ, അത് നമ്മളിങ്ങ് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഫുള്ള് ഒരു ഗ്ലൂ കോട്ടിംഗ് ഉള്ള ഒരു ഗ്ലാസ് ആണ്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ അത് അങ്ങ് പറിച്ച് മാറ്റിക്കളയാം. അതിനുശേഷം ഈ ഗ്ലാസ് ആണ് നമ്മൾ സ്ക്രീനിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു പ്രയാസവും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ നന്നായിട്ടത് തുടച്ചു കൊടുക്കുക. ഒരു തരത്തിലുള്ള പൊടിയും ഈ ഗ്ലാസ്സിനിടയിൽ പെടാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ബബിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി തുടച്ച ശേഷം കറക്റ്റ് ഏത് ലെവലിലാണോ വരേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പിടിച്ച ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അത് കറക്റ്റായിട്ട് അവിടെ ഫിക്സായി നിന്നോളൂ. അപ്പം ഞാൻ ആ ഗ്ലാസ് അതിൻ്റെ മുകളിൽ അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്ത് ഒന്ന് കറക്റ്റ് ലെവലാക്കി കൊടുത്ത് അതിനുശേഷം ഞാൻ നേരത്തെ തുടച്ചിട്ടുള്ള ആ വൈപ്പ് എടുത്ത് ഒന്നുകൂടെ അതിന് മുകളിലൂടെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് നന്നായിട്ട് അവിടെ ഫിക്സായി നിൽക്കും. പിന്നെ എന്തെങ്കിലും ഒരു എയർ അങ്ങനെ അതിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആവും. കണ്ടില്ലേ, എത്ര എളുപ്പം കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചെടുക്കാം. ഒരു പ്രയാസവും ഇല്ല. മുന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ടൊക്കെയാണ് ഇത് ഒട്ടിക്കുന്നത്. ഒരു പ്രയാസവും ഇല്ല, നമുക്ക് തന്നെ ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ ഫോണിന് പറ്റിയ ഗ്ലാസും വാങ്ങാവുന്നതാണ്. എനിക്കൊരു ഡാമേജും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ, ടേക്ക് കെയർ.